ശരി ജിൻഡോ, ഈ സഭയുടെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട്, പ്രതിഷേധിക്കേണ്ടതാണ്. പക്ഷേ അത് കേവലം രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാവരുത്. ആ കൊള്ള പോട്ടെ, ഈ പറഞ്ഞ ആടിയശിഷ്ടം നെയ്യടക്കം സകലമാന കാര്യങ്ങളിലും അവിടെ കാലാകാലം നടക്കുന്ന കേൾപ്പോരും കേൾവിയുമില്ലാത്ത വണ്ണം ആർക്കും കയറി കക്കാൻ പറ്റുന്ന നാഥരില്ലാ കളരി പോലെ കിടക്കുന്ന അവിടുത്തെ അവസ്ഥ കാര്യങ്ങൾ കേരളം അറിയുമ്പോൾ സഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള മാത്രമൊന്നുമല്ല, താഴെ ഈ പറയുന്ന ശ്രീനാരായണ അയ്യപ്പൻ്റെ പേരിലുള്ള പമ്പിലടക്കം നടത്തിയ ക്രമക്കേടുകളുടെ കാര്യം കോടതി തന്നെയുണ്ട്. അതൊക്കെ വളരെ വിശദമായി സഭയിൽ ചർച്ച ചെയ്യാമായിരുന്നു. നിങ്ങൾക്കതിന് താല്പര്യമില്ല, നിങ്ങൾക്ക് ലക്ഷ്യം രാഷ്ട്രീയമാണ്. ജിൻഡോ, ഹാഷ്മി, ഇത് രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിലെ വിശ്വാസികളെ വഞ്ചിച്ച ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് മൂടി വെച്ച് സംരക്ഷിക്കുന്ന സർക്കാർ കേരളം ഭരിക്കുന്ന കാലത്ത് ഞങ്ങൾ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. അത് വിശ്വാസികളുടെ പ്രശ്നം മാത്രമായതുകൊണ്ടല്ല, കേരളത്തിലെ സർക്കാർ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ച വിശ്വാസവഞ്ചന കൂടിയാണ്. അപ്പോൾ അത് രാഷ്ട്രീയം പറയണ്ടേ? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയം പറയുക എന്നുള്ളത് തന്നെയാണ്. ഇനി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർ, ഇപ്പോൾ ഗോപൻ പറഞ്ഞത് കേട്ടാൽ 2004 KC വേണുഗോപാൽ ദേവസ്വം മന്ത്രി, 2007 ശമ്പളക്കാരനായി പോറ്റി, അതിനുശേഷം പ്രയാർ ഗോപാലകൃഷ്ണൻ. ഞാൻ ചോദിക്കട്ടെ ഗോപ, KC വേണുഗോപാൽ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്താണോ സ്വർണ്ണക്കൊള്ള നടന്നത്? അല്ലല്ലോ, 2019 നടന്നത്. 2019 സ്വർണ്ണക്കൊള്ള നടക്കുന്ന സമയത്ത് ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ആരായിരുന്നു? കടകംപള്ളി സുരേന്ദ്രൻ. ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ എല്ലാ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി എന്നുള്ളതൊരു വസ്തുതയല്ലേ? അത് നാട് മുഴുവൻ ഒട്ടുക കൊണ്ടു നടന്ന് പ്രദർശനം നടത്തി എന്നുള്ളതൊരു വസ്തുതയല്ലേ? അത് കടത്തി എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ CPM-ൻ്റെ നേതാക്കന്മാരും CPI-യുടെ നേതാക്കന്മാരും അല്ലേ ഉള്ളത്? LDF-ൻ്റെ ദേവസ്വം ബോർഡ് മെമ്പറും പ്രസിഡന്റും ഒക്കെ അല്ലേ അതിലുള്ളത്? വാസു കോൺഗ്രസിൻ്റെ KPCC മെമ്പർ അല്ലല്ലോ, പത്മകുമാർ DCC സെക്രട്ടറി അല്ലല്ലോ. ഇതൊക്കെ CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ? നിങ്ങളുടെ സർക്കാർ ഉത്തരവാദിത്ത ബോധത്തോടെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു കൊടുത്ത ആളുകളല്ലേ? അത് നിങ്ങൾ KC വേണുഗോപാലിന്റെ തലയിലേക്ക്, പ്രയാർ ഗോപാലകൃഷ്ണന്റെ തലയിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കെട്ടുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ടലാക്കാണ്. സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് അല്ല ജിനു, ഞാൻ ചോദിച്ചത് ശബരിമലയിൽ നടക്കുന്ന അടിമുടി ക്രമക്കേടുകൾ, ഞാൻ പറയട്ടെ, ശബരിമലയിൽ നടക്കുന്ന കാട്ടുകൊള്ളകൾ. ഞാൻ പറഞ്ഞ സ്വർണ്ണം മാത്രമൊന്നുമല്ല കേട്ടോ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഭഗവാന് അഭിഷേകം ചെയ്ത നെയ്യിൽ പോലും കൈവെക്കാൻ, അതായത് ഈ സ്വർണ്ണക്കൊള്ള സമയത്ത് ആഞ്ഞു കത്തുന്ന സമയത്ത് ആ നെയ്യിൽ പോലും കൈവെക്കാൻ മടിയില്ലാത്ത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മടിയില്ലാത്ത ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടായി. ആ മാഫിയ സംഘത്തിനെ അടക്കം തുറന്നു കാട്ടാൻ സഭയിൽ കേരളം അറിയുന്ന ഒരു വിശാലമായ ചർച്ചയ്ക്ക് സ്കോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങളതിന് തയ്യാറായിരുന്നല്ലോ ജിൻഡോ. അല്ല, ഞങ്ങൾ തയ്യാറായില്ല എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹമാണ് ഹാഷ്മി തീരുമാനിക്കേണ്ടത്. കുറച്ച് ദിവസം മുമ്പ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് പ്രതിപക്ഷം സമരം ചെയ്യുന്നില്ലെന്ന്. പ്രതിപക്ഷവും KPCC-യും യൂത്ത് കോൺഗ്രസും UDF ഒക്കെ നിരന്തര സമരങ്ങൾ ചെയ്തു. സഭയ്ക്ക് പുറത്ത്, സഭയ്ക്ക് അകത്തും ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സർക്കാർ പ്രതിരോധത്തിലാകുന്നതുകൊണ്ടാണ് മറ്റു പല വിഷയങ്ങളും. നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജി ഇല്ലേ പിണറായി വിജയനും കേരളത്തിലെ മന്ത്രിസഭാംഗങ്ങളും എടുത്തത്? മറ്റു പല വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുക. ഞാൻ പറഞ്ഞ നെയ്ത്തേങ്ങയും നെയ്യും ശർക്കരയും അഴിമതി നടത്തുന്നത് പോലെയല്ല, ഭഗവാന്റെ വിഗ്രഹം തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് മറ്റൊരു വിഷയം കൂടിയാണ്. താങ്കൾ തീർച്ചയായും ശരിയായി സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ മുഴുവൻ ക്രമക്കേടുകളും കൊള്ളകളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ അതിനേക്കാൾ മുമ്പ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാടിയും മേൽക്കൂര അടക്കം അടിച്ചു മാറ്റി കൊണ്ടുപോയി പുറത്ത് വെക്കുന്ന കാട്ടുകൊള്ളക്കാർക്കെതിരെയുള്ള വിഷയമാണ് കൂടുതൽ ശ്രദ്ധയോടെ സംസാരിക്കേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, 2019 കിട്ടിയ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി വയ്ക്കപ്പെട്ടത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? അത് UDF സർക്കാരിൻ്റെ കാലത്താണോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ കാട്ടുകള്ളനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയുള്ള റിപ്പോർട്ട് വന്നിട്ട് അത് പൂഴ്ത്തി വെച്ചതാരാ? പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണ്ണത്തിന്റെ ഒരു വിഹിതം കൊണ്ട് കല്യാണം നടത്താമെന്ന് ഇമെയിൽ അയച്ചത് വാസുവിനല്ലേ? വാസു എന്താ കല്യാണത്തിന്റെ ക്ഷണക്കത്താണെന്നാണോ വിചാരിച്ചത്? അപ്പോൾ അതൊക്കെ പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് കഴിഞ്ഞ 8-9 വർഷക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതിന് മറുപടി പറയണ്ടേ? ആ മൂടി വെച്ചിട്ട് 2025 വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ വീണ്ടും സ്വർണം പൂശാൻ വേണ്ടി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തീരുമാനമെടുക്കുന്നതുമായിട്ട് മുന്നോട്ട് പോയല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ 2004 KC വേണുഗോപാൽ, പ്രയാർ ഗോപാലകൃഷ്ണൻ, UDF, നാണമില്ല ഗോപ? നിങ്ങളുടെ കാലത്ത് നടന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തുകൊണ്ട് മറുപടിയില്ല? ഇത് നരേന്ദ്രമോദി പറയുന്ന പോലെയാ. 1947 നെഹ്റു ഭരിച്ചതുകൊണ്ട് ഈ രാജ്യം ഇങ്ങനെയായിരുന്നു പറയാനായിട്ട് ഉളുപ്പില്ലാത്ത നരേന്ദ്രമോദിയുടെ സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, പത്മകുമാർ എന്തുകൊണ്ടാണ് ജയിലിൽ കിടക്കുന്നത്? അതിന് നിങ്ങൾക്കൊരു നടപടി എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. SIT-യിൽ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് ഗോപൻ അവസാനം പറഞ്ഞു വെച്ചത്. ഹൈക്കോടതി നിയമിച്ച SIT-യിൽ നിങ്ങൾക്ക് പൂർണ്ണ
പൂർണ്ണ വിശ്വാസമുണ്ട്. SIT നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ അതേ SIT അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുന്ന വാസുവിനെയും പത്മകുമാറിനെയും എന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? സംഘടനാപരമായി ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. ഒരേ സമയം SITയോടൊപ്പം നിൽക്കുകയും മറ്റു വശത്ത് പത്മകുമാറിനോടൊപ്പം നിൽക്കുന്ന CPM-ന്റെ ഇരട്ടത്താപ്പ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും. ഇവിടെ ഒരു കാര്യമുണ്ട്, ഫോറൻസിക് പരിശോധന നടത്താൻ വൈകി, കുറ്റപത്രം നൽകാൻ വൈകി, അന്വേഷണം തെരഞ്ഞെടുപ്പ് സമയത്ത് മരവിച്ചു, മുന്തിയ നേതാക്കന്മാരെ അറസ്റ്റ് വൈകി, തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ വൈകലുണ്ടായി, തെളിവുകൾ ക്രോഡീകരിച്ച് കോടതിയുടെ മുമ്പിൽ കൊടുക്കുന്നതിലൊക്കെ വൈകലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പറയുന്ന ആക്ഷേപം ശരിയാകുമെന്നും തെളിയിക്കപ്പെടുകയല്ലേ? SIT പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിധേയപ്പെട്ടുകൊണ്ട് CPM നേതാക്കന്മാർ ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വഴിപ്പെട്ടു കൊടുത്തു എന്നുള്ള ആക്ഷേപം സാധൂകരിക്കപ്പെടുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്? അമ്പലക്കൊള്ളക്കാർ 90 ദിവസത്തെ ആ പരിധി കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ സർക്കാർ എന്തിന്റെ പേരിൽ അഭിമാനിക്കുന്നത്? ഈ പിണറായി വിജയൻ സർക്കാരിന് സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തിന്റെ പേരിൽ അഭിമാനിക്കുന്നത്? നിങ്ങൾ അന്വേഷണം നടത്തിയില്ല, നിങ്ങൾ മൂടി വെച്ചു. ഹൈക്കോടതി നിയമിച്ച SITയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട ആളുകളെ ഇപ്പോഴും നിങ്ങൾ പാർട്ടിയിൽ തുടരാൻ അനുവദിച്ചിട്ട് നിങ്ങൾ കോടതിയുടെ കണ്ണിന്റെ മുന്നിൽ പിന്നെ അത് ആവർത്തന ചോദ്യത്തിൽ വല്ല കഥ ഉണ്ടോ എനിക്കറിയില്ല. പോട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.